ഇന്നത്തെ എൻ്റെ പാചകം മടിച്ചികൾക്കും കൊതിച്ചികൾക്കും ആയിട്ടുള്ളതാണ്. ഇന്നെനിക്ക് ഭയങ്കര മടിയായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ വൈകുന്നേരമായപ്പോൾ ചെറിയൊരു വലിയൊരു കൊതിയും തോന്നി. അങ്ങനെ മടിയും കൊതിയും കൂടി ചേർന്നപ്പോൾ ഞാനൊരു അടിപൊളി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി കേട്ടോ. അതാണ് കേട്ടോ ഇന്ന് എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ ഷെയർ ചെയ്യുന്നത്. ചിക്കൻ ഫ്രൈക്ക് കൂട്ടായിട്ടുള്ളത് നമ്മുടെ ഒന്നാം തരം ഗോതമ്പ് ദോശയാണ് കേട്ടോ. ഗോതമ്പ് റവയും തേങ്ങയും ഉള്ളിയും കൂടി ഞാൻ മിക്സിയിൽ അരച്ചിട്ട് ഫ്രൈ പോലെ നല്ല മൊരിഞ്ഞ ദോശ ഉണ്ടാക്കി രാവിലെ വെച്ചതാണ് കേട്ടോ. അതിൻ്റെ ബാക്കിയാണ് കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് കഴുകി വൃത്തിയാക്കിയ ചിക്കൻ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. അത്ര ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അത്യാവശ്യത്തിന്. പിന്നെ അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു. വേറൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. പെട്ടെന്നുള്ള ചിക്കനാണല്ലോ. എന്നിട്ട് ഞാൻ കൈ കൊണ്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കിയ ശേഷം ഒരു കുക്കറിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തു. ഒരു വിസിൽ വരുന്നവരെ വെയിറ്റാക്കി. ഒരു വിസിൽ വന്ന് തണുത്തതിന് ശേഷം ഞാൻ എടുത്ത് നോക്കി. പിന്നെ അതാ അടുത്ത പരിപാടി കേട്ടോ. ഒരു പാൻ അടുപ്പത്ത് വെച്ചു. എണ്ണ ചൂടായതിനു ശേഷം നന്നായിട്ട് കുരുമുളക് പൊടിയും മുളക് പൊടി അതുപോലെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ആ ചിക്കൻ ഉണ്ടല്ലോ, നമ്മൾ കുക്കറിലിട്ട് വെച്ചിരിക്കുന്ന ആ ചിക്കൻ അരിപ്പത്തവിയും കൊണ്ട് അങ്ങോട്ട് കോരി എടുത്തിട്ട് ഈ മസാലക്കത്തോട്ട് അങ്ങോട്ടിട്ട് നന്നായിട്ട് തിരിച്ചും മറിച്ചും അങ്ങോട്ട് പെരണ്ടി കൊടുത്തു. പിന്നെ അത് കുറച്ച് നല്ല പച്ചമുളക് കട്ട് ചെയ്തെടുത്തു. അതിലോട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടങ്ങ് മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. മുളകിൽ ഇച്ചിരി ഉപ്പങ്ങ് പിടിച്ചോട്ടെന്നേ, കുക്കറിലായതുകൊണ്ട് പിന്നെ ആദ്യം ഇട്ട് ഉപ്പ് നമുക്ക് മതിയായോ എന്ന് സംശയമല്ലേ. അങ്ങനെ ഞാൻ ആ പച്ചമുളകും കൂടി കട്ട് ചെയ്തിട്ട് മുകളിലോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. ഈ പച്ചമുളകിൻ്റെ ടേസ്റ്റും കുരുമുളകിൻ്റെ ടേസ്റ്റും മുളക് പൊടിയുടെ ടേസ്റ്റും എണ്ണയുടെ ആ രുചിയും കൂടി അസാധ്യ രുചിയാണ് കേട്ടോ. ട്രൈ ചെയ്യണേ, മറക്കരുത്.